ചങ്ങായിമാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് ബിരിയാണി വെക്കലോ ചോറ് വെക്കലോ ഒന്നുമല്ല. പിന്നെ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി, അതായത് ബാറ്ററി ഓപ്പറേറ്റഡ് ബൈക്ക് അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലിറ്റിൽ ബോസിലെ ഉള്ളത്. അപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ലിങ്ക് അയക്കുക, എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയാം. നിങ്ങളപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകല്ലേ. അപ്പോൾ ഇത് പൊളിച്ചിട്ട് നമുക്ക് എന്താണെന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ബൈക്കിൻ്റെ കോലവും പിന്നെ ബൈക്കിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം പിന്നെ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരാം. നമുക്ക് വേണ്ടി നമ്മൾ ബോക്സ് പൊളിക്കുന്നത് ഹരീഷാണ്. ഹരീഷ് ലിറ്റിൽ ബോസിലെ സ്റ്റാഫും കൂടിയാണ്. അപ്പോൾ 10-15 എക്സ്പീരിയൻസ് ഉണ്ട് ഹരീഷിന്. ബാറ്ററി ഓപ്പറേറ്റിനെ കുറിച്ചൊക്കെ നല്ല അറിവാണ്. അത് അറിവിൻ്റെ നിറകൂടമാണ് ഹരീഷ്. ഹരീഷിൻ്റെ സ്ഥലം ഹരീഷ് തുംകൂറാണ്. അത് നമ്മളെ ആസനത്തിനൊക്കെ അടുത്താണ്. അപ്പോൾ ഹരീഷ് 10-15 കൊല്ലം ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ബോക്സ് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം വണ്ടി ഏതായാലും. റെഡ് കളർ വണ്ടിയാണ് കേട്ടോ. ഹരീഷിനെ സഹായിക്കുന്നേ നല്ല വണ്ടി. പിന്നെ അതായത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി R15 ആണ്. R15 തലേൻ്റെ ഉള്ളു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാവും, നിങ്ങൾ ബേജാറണ്ട. താഴെ 3 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ വയ്ക്കാൻ കുറച്ച് താഴെയും കുറച്ച് പണിയുണ്ട്, മുകളിലും കുറച്ച് ഫിറ്റ് ചെയ്യാനുള്ള പണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് നമ്മുടെ ഹരീഷ് ഉള്ളത്. ഭയങ്കര കോൺസെൻട്രേഷനാണ് പണിയിൽ. ക്യാമറ വരെ നോക്കുന്നില്ല. ഹരീഷ് ഒന്ന് നോക്ക്, ആളെ കാണിക്ക്. ഇതാണ് ഹരീഷ് കേട്ടോ. ഇത് സപ്പോർട്ടിങ് വീലാണ് താഴെയുള്ള. അപ്പോൾ കുട്ടികൾ വീഴാതിരിക്കാനുള്ളൊരു പിന്നെ ഇതാണ് സെറ്റപ്പാണ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റായിട്ട് അതാണ് ഹരീഷ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിഭാഗം ചെറിയൊരു പണിയേ ഉള്ളൂ, പിന്നെ മോൾ ഭാഗമാണ് അടുത്ത പരിപാടി. വണ്ടിൻ്റെ പിന്നെ ബോക്സിൻ്റെ അകത്ത് തന്നെ മാനുവലും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നാക്കിൽ. വണ്ടി ഇപ്പോൾ ഈ ഒരു കോലത്തിലുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ വണ്ടി. നല്ല ശരിയായ R15 ഒരു ലുക്കിങ് വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇതത് ബ്രേക്ക്. ഓക്കെ, ഇതിന് കയ്യിലാണ് ആക്സിലേറ്ററാണ് വരുന്നത് അല്ലേ? കയ്യിലല്ലേ വരിക? ഓക്കെ, ഇത് കയ്യിലാണ് വരുന്നത് റേസിങ്. അതുപോലെ തന്നെ ഇത് ബ്രേക്കാണ്. ബ്രേക്കിൻ്റെ കണക്ഷനാണ് കൊടുത്തത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് പ്രസ് ഫിറ്റിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് രണ്ട് അടി അടിച്ചാൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് സ്നേഹത്തോടെ അടിച്ചാൽ കേട്ടോ. ദേഷ്യം പിടിച്ച് അടിക്കണം, ചിലപ്പോൾ പൊട്ടിക്കളയും. അതുകൊണ്ട് സ്നേഹത്തോടെ 2-3 അടി അടിച്ചാൽ സെറ്റാണ്. ബ്രേക്കിൻ്റെ പണി തീർന്ന്. അതിൻ്റെ ഇങ്ങേപ്പുറം ഇതേ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് പിന്നെ ബ്രേക്കൊന്നുമല്ല, അത് എന്താ പറയുക, അപ്പുറം വെച്ച് ഇപ്പുറം വെക്കണമെന്നല്ല കണക്ക് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറം ഫൂട്രസ്റ്റാണ് സാധനം. അപ്പോൾ അതും കൂടി ഒന്ന് മൂന്നാമതായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതും പ്രസ് ഫിറ്റിംഗ് ആണ്. സ്നേഹത്തോടെ 2 തലോടൽ അല്ലെങ്കിൽ 2 കുത്തം കൊടുക്കുക. അപ്പോൾ സെറ്റാവും. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഹാൻഡിൽ, ഇത് ഫിറ്റ് ചെയ്യണമല്ലേ? ഓക്കെ, അത് ഫിറ്റ് ചെയ്യണം. ചെറിയ ഇത് ബൈക്ക് ഫിറ്റ് ചെയ്യാൻ വലിയ പണിയില്ല കേട്ടോ, പെട്ടെന്ന് തീരുന്നുണ്ട് സംഭവം. ജസ്റ്റ് ഒരു 4-5 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഫിറ്റിങ്ങായി. ഈ ഇവിടെ കാണുന്ന ഈ ബോൾട്ടൊന്ന് പിന്നെ ഊരണം, എന്നാലേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്ലഗ് പിന്നെ അതിന് കണക്ഷൻ കൊടുക്കണം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഉണ്ടാവും ഇവിടെ, സെയിം ഇതുപോലെ തന്നെ. അതിനൊന്ന് കണക്ഷൻ കൊടുത്താൽ മതി. ഇത് ഹരീഷ് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൈക്ക് വാങ്ങുന്നതാണ് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട്. കണക്ഷൻ മാറിയാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഹാൻഡിൽ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു R1 ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ? ഇനി ഫ്രണ്ടിൽ ഒരു പിന്നെ ഹെഡ്ലൈറ്റും കൂടി വന്നാൽ സെറ്റാണ്. ഇത് ഇവിടെ തന്നെ ചെറിയൊരു ഹോൾസ് ഉണ്ട്. അതിലേക്കൊന്ന് സ്ക്രൂ ചെയ്താൽ മതി. അവിടെ ഒന്ന് ചെറിയൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മളിതിൻ്റെ ഒരു ലുക്കിങ് വരാനും വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഡൂം ഫിറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ. അതിങ്ങ് വന്നാൽ അതിൻ്റെ ഒരു പിന്നെ ഫിനിഷിങ് വർക്ക്. പിന്നെ 2 വയർ അതിനുള്ളത്.
അപ്പോൾ യെല്ലോന് യെല്ലോ കണക്ട് ചെയ്യുക, റെഡും ബ്ലാക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ലൈറ്റിനുള്ളൊരു സെറ്റപ്പ് അത്. ബേബി ബ്രാൻഡിൻ്റെ ആണ് ഐറ്റം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്ന് രണ്ട് തലോടലും ഒരു കുത്തലും സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ലുക്കിങ് വന്നു വണ്ടിൻ്റെ. പിന്നെ ചെറിയ 2-3 ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ മിററൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇത് മിററാണ്. അപ്പോൾ ഇത് 2 സൈഡും ഉണ്ട്. അത് സ്ക്രൂ ഫിറ്റിംഗ് ആണ്. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു പിന്നെ പോയിൻ്റ് ഉണ്ടാവും, അത് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹോൾസിലും പിന്നെ ഗ്ലാസ് ഉണ്ട്, അതായത് ലൈറ്റ് പിന്നെ മിറർ. ഇതിൽ ഇൻഡിക്കേറ്റർ കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുക എവിടെയാണ്? അപ്പോൾ 2 ഭാഗത്തും ഇതും ജസ്റ്റ് പ്രസ്സിങ് ആണ്, പ്രസ് ഫിറ്റിംഗ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ പിറകു വശത്തും ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ പിറകു വശവും പിന്നെ സ്ക്രൂ ഫിറ്റിംഗ് ആണ്, മറ്റേത് പ്രസ് ഫിറ്റിങ്ങിന് ഇവിടെ ചെറിയ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ സ്ക്രൂ അയച്ചിട്ടാണ് പിന്നെ ഇടതുവശം ഇൻഡിക്കേറ്ററിൽ ലൈറ്റൊന്നും വരില്ല കേട്ടോ. ഇൻഡിക്കേറ്റർ ലൈറ്റൊന്നും ഇല്ല, ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഉണ്ട്. കാരണം R15 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോഡലാണല്ലോ. വണ്ടി ഏതായാലും നല്ല സെറ്റാണ്. ഫിറ്റിങ്ങിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. പിന്നെ ഇതിനെക്കുറിച്ച് ചെറിയൊരു പിന്നെ എക്സ്പ്ലനേഷനാണ്, വണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തെല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സീറ്റിൻ്റെ അകത്താണ് പിന്നെ വണ്ടിൻ്റെ ബാറ്ററി ഉണ്ടാകുക. അപ്പോൾ സീറ്റ് ജസ്റ്റ് ഒരു സ്ക്രൂവിൽ പിന്നെ ഘടിപ്പിച്ചാണ്. ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മുടെ സീറ്റ് വെക്കും പോലെ വെക്കുക സംഭവം കാണും. ഓക്കെ. ഇതാണ് ബാറ്ററി. ഇത് ഏകദേശം എത്ര 12 വോൾട്ടാണ്? 12 വോൾട്ടിൻ്റെ ഓട്സിൻ്റെ പിന്നെ എത്ര വലിയ ബാറ്ററി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് വലിയ ബാറ്ററിയാണ്. നമ്മൾ ഈ പിന്നെ വണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ പ്ലഗ് ഒന്ന് ഊരി വെക്കണം, ഏതെങ്കിലും ഒരു പ്ലഗ്. ഓക്കെ. ഈ പ്ലഗ് ഊരാൻ പറ്റുമോ? അപ്പോൾ കുറേ കാലം ഉപയോഗിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പ്ലഗ് ഊരി വെച്ചാൽ വണ്ടി അതിനെ പെട്ടെന്ന് പിന്നെ ബാറ്ററി ലീക്കേജ് വരില്ല. അപ്പോൾ അതും കൂടി ഒന്ന് പിന്നെ ഉപയോഗിക്കുന്ന ആളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വണ്ടിൻ്റെ പിന്നെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞ് ഇതാണ് പിന്നെ വണ്ടി ഓണാക്കുന്നത്. കീ ഉള്ള ചില വണ്ടികളുണ്ട്. അപ്പോൾ ഇനി കീ ഇല്ല, ഇനി ബട്ടനാണ്. ബട്ടൺ റെഡ് കളറിൽ ബ്ലിം ചെയ്യും. നല്ല സൗണ്ടിലുണ്ട് കേട്ടോ വണ്ടിക്ക്. അതുപോലെ തന്നെ USB ഉണ്ട്, ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹോണുണ്ട്, മ്യൂസിക് ഉണ്ട്. സംഭവം ഇതൊക്കെ സെറ്റാണ്. സോങ്ങെല്ലാം വരുന്നുണ്ട്. ഇതാണ് പിന്നെ വണ്ടി പിന്നെ മൂവ് ചെയ്യേണ്ടത്. അത് 2 ബട്ടൺ ഉണ്ട് ഇവിടെ. അത് ഫ്രണ്ടിലേക്കും വരും ബാക്കിലേക്കും. ജസ്റ്റ് ഒന്ന് അരീശൊന്ന് കാണിച്ചു നമ്മൾ വണ്ടി റൺ ചെയ്യേണ്ടതെന്ന്. വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് ഫ്രണ്ടിൽ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്താൽ ഒന്ന് ഓക്കെ മൂവ് ആവും. അതിന് ബാക്കിലേക്ക് ഒന്ന് ഡൺ. വണ്ടി ഇതെങ്ങനെയാണ് പിന്നെ ഓടിക്കേണ്ടത്. പിന്നെ വണ്ടിൻ്റെ ചാർജിങ് പോയിൻ്റാണ് പിന്നെ ഇവിടെ കാണുന്നത്. സൂം ചെയ്ത് ചെറിയൊരു വൈറ്റ് കളറിൽ കണ്ട ഒരു ഹോൾസ് ഹരീഷ് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് കുത്തിയിട്ട് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ചാർജ് ചെയ്യേണ്ട സമയം 6 to 8 മണിക്കൂറാണ്. അതായത് 8 മണിക്കൂർ ചെയ്താൽ ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി റൺ ചെയ്യാൻ പറ്റും. അതായത് വിത്തൗട്ട് മ്യൂസിക്കിലാണ് 2 മണിക്കൂറോളം ഓടും വണ്ടി. വിത്ത് മ്യൂസിക് ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയൊക്കെ ഏകദേശം ഒരു 1 year 1.5 year 2 year ബാറ്ററി വരും. അതുപോലെ തന്നെ ബാറ്ററിക്ക് മാത്രം മോസ്റ്റ്ലി കംപ്ലയിൻറ്റ് വരും. ഇത് ലീക്കേജ് പ്രശ്നം. ബാറ്ററിക്ക് 12 വോൾട്ടിലാണെങ്കിൽ 1100 രൂപ ബാറ്ററിക്ക് 1100-1200 റേഞ്ചാണ്. അതുപോലെ തന്നെ വണ്ടിൻ്റെ റേറ്റ് 13,990, അതായത് 13,990 ആണ് വണ്ടിൻ്റെ റേറ്റ്. വണ്ടി ഏതായാലും R15 ഒരു പിന്നെ ആ ഒരു മോഡൽ തന്നെ കാണാൻ R15 തന്നെയാണ് ഇടിയും പറയാം.
R15 മോഡൽ. ഇഷ്ടംപോലെ വണ്ടികളുടെ ഒരു എന്താ പറയുക കലവറ തന്നെ ഇടുന്നുണ്ട്. കാറുണ്ട്, ജീപ്പുണ്ട്, ബൈക്കുണ്ട്, അതുപോലെ തന്നെ ഒരു ടോയ്സിൻ്റെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ലിറ്റിൽ ബോസ്സിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ വണ്ടി പിന്നെ ബാംഗ്ലൂരിന് പുറത്തേക്കും ഇവർ പിന്നെ ഡെലിവറി ചെയ്യും. അത് പിന്നെ കൊറിയർ ചാർജ് പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് MRP ഫിക്സ്ഡ് അല്ല, പിന്നെ ഡിസ്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. കമ്പനി പിന്നെ ഡിസ്കൗണ്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് പിന്നെ ബാറ്ററിക്ക് 6 മാസം വാറൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നാൽ ഇവിടെ കൊണ്ടു കൊടുക്കുക. സർവീസ് ചെറിയൊരു 250 300 രൂപ ചാർജ് ഉണ്ട്. അത് പാർട്സ് മാറ്റണമെങ്കിൽ ചെറിയ പാർട്സ് മോസ്റ്റ്ലി ഒന്നും വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ബാംഗ്ലൂരിന് പുറത്തുള്ള ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിലുള്ള ആളുണ്ടെങ്കിൽ ഇത് പിന്നെ അവർക്ക് ഡെലിവറി ചെയ്യും. പക്ഷേ ഡെലിവറി പിന്നെ ഈ കൊറിയർ ചാർജ് അതായത് DTDC ബ്ലൂ ഡോട്ട് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ ആകുന്ന ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഈ ഷോപ്പിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പർ, Instagram ID, അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ് അക്കൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ ഇതിൽ താഴെ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ഒരു പിന്നെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.